താങ്ക് യു. വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയവും വളരെ മനോഹരമായ ടെക്നോളജിയുടെ സാധ്യത ഉപയോഗിക്കുന്ന ഒരു മേഖലയെ കുറിച്ചിട്ടാണ്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചർച്ചകൾ ഇതൊന്നും ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങൾ പുലർത്തുന്ന എല്ലാവരും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഈ നിമിഷത്തിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാകാം. പക്ഷെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മേഖലകളാണ് ജനത്തിന് ഇന്ന് ആവശ്യമെന്ന തിരിച്ചറിവ് ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുത്ത നമുക്ക് ഓരോരുത്തർക്കും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയായിരിക്കാം ഇത്തരം സൂം പ്രോഗ്രാമുകൾ. ഇവിടെ സംസാരിക്കുന്ന വിഷയങ്ങളെ, ഇവിടെ മനസ്സിലാക്കി തരുന്ന വിഷയങ്ങളെ അത് കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇന്ന് ലോകത്തിന്റെ ചർച്ചകൾ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിക്കുമ്പോൾ വിദേശ നാണയത്തിന്റെ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒഴുക്കിനെ കുറിച്ച് ധാരാളം ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു തോത്, അതിന്റെ ഒരു അളവ് 2 ലക്ഷം കോടിക്ക് മേലെയാണ്. ഈ എമൗണ്ട് കേരളത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് അത്രേ കേരളത്തിൽ ഇത്രമാത്രം കച്ചവട സാധ്യതകൾ ഉള്ളത്. ഓരോ ഷോപ്പിംഗ് മാളിൽ എടുത്ത് പരിശോധിക്കുമ്പോഴും നല്ല തിരക്കാണ്. പൈസയുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നർത്ഥം. വിലയേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വിലയേറിയ കാറുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ ഇതേ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുള്ളത്. ഇതേ കേരളത്തിൽ തന്നെയാണ് ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പാർക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന യുവതലമുറയുള്ളത്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനോ അത് പ്രയോജനപ്പെടുത്താനോ സാധിക്കാത്തതുകൊണ്ട് മാത്രമായിരിക്കാം. ഏതായാലും നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി നമുക്കിന്ന് ആധികാരികമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് നേരിട്ട് കടക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി ചെതർ ഓഷൻ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. www.chetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ആധികാരികമായ ഇൻഫോർമേഷൻസ് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാവുന്നതാണ്. ഈ സിസ്റ്റം വരുന്നത് വുഡ എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെന്റിലാണ്. ഇതുവരെ നമ്മൾ കണ്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായ കുറേയേറെ കാര്യങ്ങൾ വുഡ സെഗ്മെന്റിലുണ്ട്. നമുക്ക് പരിചയമുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാകും, അതിൽ ഇൻഷുറൻസ് മേഖല ഉണ്ടാകും, അതിൽ ബാങ്കിങ് മേഖല ഉണ്ടാകും, അതിൽ സ്റ്റോക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ടാകും, അതിൽ ഫോറക്സ് മാർക്കറ്റ് ഉണ്ടാകും, അതിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉണ്ടാകും. ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഇവിടെ ചെയ്യുന്ന പല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ മേഖല, അതാണ് വുഡ എന്ന് പറയുന്നത്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ബൈയും സെല്ലുമാണ്. ബൈയും സെല്ലും നടക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്, ഒരു ഡിജിറ്റൽ അസറ്റ് വേണം. ആ ഡിജിറ്റൽ അസറ്റിന്റെ പേരാണ് ടോവ, ടെതർ ഓഷൻ വിർച്വൽ അസറ്റ്. സോ ടോവ എന്ന വിർച്വൽ അസറ്റിലൂടെ, വുഡ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും? തീർച്ചയായും ഇന്നത്തെ ഈ പ്രസന്റേഷൻ അതിന് പറ്റുന്നതാണ്. ടെതർ ഓഷൻ 2024 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്ട്, ഒരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആണ് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ തയ്യാറാക്കിയത്. ഒരിക്കലും വില കുറയാത്ത, ഓരോ ബൈയും സെല്ലും നടക്കുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്, അത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. കമ്മ്യൂണിറ്റിയാണ് ഈ പ്രോഗ്രാമിന്റെ എല്ലാം. ബയേഴ്സും സെല്ലേഴ്സും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വരുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വിർച്വൽ അസറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ വിർച്വൽ അസറ്റ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലല്ല. കാരണം ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല.
എന്നാൽ USDT ഉപയോഗിച്ചിട്ടാണ് ഇത് വാങ്ങാനും വിൽക്കാനും സാധിക്കുക. നമ്മൾ വാങ്ങുന്നത് USDT കൊടുത്തുകൊണ്ടാണ്, BEP20 USDT കൊടുത്തുകൊണ്ട്. തിരിച്ചു നമുക്ക് ലഭിക്കുന്നത്, യൂണിറ്റ് സെല് ചെയ്ത് നമുക്ക് ലഭിക്കുന്നത് BEP20 USDT തന്നെയാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ നമുക്ക് വേണം, ഒരു വാലറ്റ് വേണം. അത് ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് ആണ് ഏറ്റവും അനുയോജ്യം. ഇവിടെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കയറുന്ന പ്രോസസ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് റഗ് പുൾ സാധ്യതയുള്ളതാണോ, ഒരു മാനിപ്പുലേഷൻ ആണോ? സംശയങ്ങൾ സ്വാഭാവികം. എന്നാൽ യാതൊരുവിധ റഗ് പുൾ സാധ്യതയും ഇല്ലാത്ത പ്രൊജക്റ്റ് ആണ് ടെതർ ഓഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകുമ്പോൾ 2024 ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി വുഡ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല, ആ ഫോർമുലയിലൂടെ നമുക്ക് കടന്നു പോകാൻ $20 മുതൽ $1000 റേഞ്ചിലുള്ള ഒരു എമൗണ്ട് ഉപയോഗിക്കാമായിരുന്നു. 35% വിലയുള്ള ടോക്കൺസ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് $1000 കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് വെറും $350 യൂണിറ്റ് എന്നർത്ഥം. ഒരു നഷ്ടസാധ്യത അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു അട്രാക്ഷൻ ഇല്ലായ്മ അവിടെ കാണുന്നുണ്ട്. വരുമ്പോ $1000 മുതൽ മുടക്കുന്നു, ലഭിക്കുന്നത് വെറും $350 മാത്രം. പക്ഷെ ആ $350 പിന്നീട് ഗ്രോ ചെയ്യുകയാണ്. 351, 352, 360, 400, 500, 1000, 2000, 3000, 4000, 7000, 8000, 10000. നിരവധി ആൾക്കാർക്ക് അത് 12000, 13000 മാറുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? എന്നാൽ 2025 വരുമ്പോ ആ ബേസ് പ്ലാറ്റ്ഫോമിൽ വെറും $20 ഒരു മാൻഡേറ്ററി പാക്കേജ് മാത്രമേ ആവശ്യമുള്ളൂ. അവിടെ $7 വാല്യൂ ഉള്ള യൂണിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ആ യൂണിറ്റ്സും വില കൂടി നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ അങ്ങനെ $20 മുതൽ മുടക്കി വരുന്ന ആ പാക്കേജിൽ ടോവ എന്ന യൂണിറ്റ് നമുക്ക് സ്വന്തമാക്കാം. ടോവയും അതിന്റെ മാർക്കറ്റ് പ്ലേസും. ടോവ ഒരു സ്മാർട്ട് കോൺട്രാക്ട് വഴി ഒരു ഇനീഷ്യൽ കോയിൻ ഓഫറിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ സ്വന്തമാക്കുന്ന യൂണിറ്റുകൾ സെല് ചെയ്യപ്പെടുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. ഇവിടെ വാങ്ങാനും വിൽക്കാനും ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി മാത്രമേ ഉണ്ടാകൂ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കമ്മ്യൂണിറ്റി മാത്രമേ ഉണ്ടാകൂ. വളരെ വ്യത്യസ്തമായ ഒരു ആശയം 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സംഭവിച്ചത് 35% ലഭിക്കുന്ന അവസ്ഥയിൽ നിന്ന് 100% യൂണിറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം മാറി. ആളുകൾ കുറച്ചും കൂടിയും താല്പര്യത്തോടു കൂടി സിസ്റ്റത്തെ കാണാൻ തുടങ്ങി. അവിടെയും ഉപയോഗിച്ച ടെക്നോളജി വുഡ തന്നെ, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് തന്നെ, ഒരിക്കലും വില കുറയാത്ത ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ബേസ് അൽഗുരിതം ഉണ്ടായിരുന്നു. ആ ബേസ് അൽഗുരിതത്തിൽ ടെതർ ഓഷ്യന്റെ വില എത്രയാണോ അതിന്റെ 5 മടങ്ങായിട്ട് ടോവയുടെ വില സെറ്റ് ചെയ്തു. ടെതർ ഓഷ്യന്റെ വില 0.1 എന്നാണെങ്കിൽ ടോവയുടെ വില 0.5 എന്നായിരിക്കും. ടെതർ ഓഷ്യന്റെ വില $1 എന്നാണെങ്കിൽ ടോവയുടെ വില $5 എന്നായിരിക്കും. ഈ രൂപത്തിൽ ഒരു ഇനീഷ്യൽ സെറ്റിംഗ്, ഒരു പ്രൈസ് ഫിക്സിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെതർ ഓഷ്യന്റെ വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? 7 മണിക്ക്, ഇന്ന് 7 മണിക്ക് എടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം ലിക്വിഡിറ്റി 4,31,256 ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലെ ട്രഷറി എന്നർത്ഥം. ഈ ട്രഷറി തുടങ്ങുമ്പോൾ 0 ആയിരുന്നു. 2024 മാർച്ച് 20 ഈ സിസ്റ്റം അതിന്റെ ലോഞ്ചിങ് നടത്തിയപ്പോ, ഈ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോ, എൻക്രിപ്റ്റഡ് മോഡിൽ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോ ആ വാലറ്റിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 0 എന്നായിരുന്നു. അന്ന് യൂണിറ്റുകളുടെ എണ്ണം അതും 0 ആയിരുന്നു. ആദ്യത്തെ കസ്റ്റമർ വന്നപ്പോഴാണ് ഇതിൽ ലിക്വിഡിറ്റിയും യൂണിറ്റും വരാൻ തുടങ്ങിയത്. ആദ്യത്തെ കസ്റ്റമർ വന്ന എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിക്ക് ആഡ് ചെയ്യപ്പെട്ടു. പകരം 35% വിലയുള്ള യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ലിക്വിഡിറ്റി വന്നു, യൂണിറ്റ് നമ്പർ വന്നു. ഇനി സിസ്റ്റം ചെയ്യുന്നത് ഈ ലിക്വിഡിറ്റിനെ യൂണിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ $52 ലിക്വിഡിറ്റിയിലും 3500 കോയിൻ യൂണിറ്റ്സിലും വന്നിരിക്കുന്ന സമയത്ത് ആ ഡിവിഷൻ നടന്നപ്പോ ഒരു പുതിയ ബൈ പ്രൈസ് സെറ്റ് ചെയ്യപ്പെട്ടു 0.01485. ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ചില കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഒരുപാട് കോംപ്ലക്സ് കാൽക്കുലേഷൻ ഒന്നും ഇല്ല. എന്നാൽ 2009 ബിറ്റ്കോയിൻ വരുമ്പോ
ബിറ്റ്കോയിനും ഇത്തരത്തിലൊരു അൽഗോരിതമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ആ അൽഗോരിതത്തിന്റെ കാൽക്കുലേഷൻ വളരെ കോംപ്ലക്സ് കാൽക്കുലേഷൻ ആയിരുന്നു. അത് കണ്ടുപിടിക്കാൻ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അൽഗോരിതം ഇന്നും സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ക്രിയേറ്റ് ചെയ്ത ആളെ കുറിച്ച് പോലും ലോകത്തിന് അറിയില്ല. എന്നാൽ വുഡ പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്ന അൽഗോരിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്ന ബിറ്റ്കോയിന്റെ അൽഗോരിതം പോലെ കാലാകാലം നിലനിൽക്കുന്നതുമാണ്. ഒരിക്കലും ബ്രേക്ക് ആകാത്ത, ഒരിക്കലും ഒരു ഫോൾട്ട് വരാത്ത വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ചതുരോഷൻ അതിനുവേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു. 52%, 35% എന്ന അനുപാതം. സെല്ല് ചെയ്യുമ്പോൾ 100% ബേണിംഗ്, 90% പേ ഔട്ട് ലിക്വിഡിറ്റിയിൽ നിന്ന് എന്നൊരു അനുപാതം. ഈ അനുപാതത്തിന്റെ ഭാഗമായി ഇതുവരെ ഈ സിസ്റ്റം പ്രവർത്തിച്ചപ്പോ 7/7/2025 9/2 സ്റ്റേറ്റ്മെന്റ് പ്രകാരം ലിക്വിഡിറ്റി 4,31,256.4374 USDT ആണ്. യൂണിറ്റിന്റെ എണ്ണം 1,98,366.2275 ആണ്. അതായത് ഇതുവരെ ആരെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട 52% നിന്നാണ് ഈ ലിക്വിഡിറ്റി വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത 35% യൂണിറ്റിൽ നിന്നാണ് ഈ ടെതറോഷൻ യൂണിറ്റ്സ് വന്നിരിക്കുന്നത്. ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല കേട്ടോ, അതിൽ ആരെങ്കിലൊക്കെ സെല് ചെയ്ത് പോയിട്ടുണ്ടാകും. സെല് ചെയ്ത യൂണിറ്റ് അത്രയും ബേൺ ചെയ്ത് പോയിട്ടുണ്ടാകും. അതിനർത്ഥം ആ 1,98,000 കൂടുതൽ യൂണിറ്റ് ഒരു പക്ഷെ ഉണ്ടായി കാണാം. പക്ഷെ സെല് ചെയ്തപ്പോ അതെല്ലാം ബേൺ ചെയ്ത് പോയപ്പോ ബാലൻസ് ഉള്ളതാണ് 1,98,366 എന്ന് പറയുന്നത്. അതിനാനുപാതികമായി ലിക്വിഡിറ്റിയും കുറഞ്ഞിട്ടുണ്ടാകും. കാരണം 90% പേ ഔട്ട് ലിക്വിഡിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോ 4,31,000 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് പ്രകാരം ഇപ്പൊ ടെതറോഷന്റെ പ്രൈസ് 2.174 ആണ്. എങ്കിൽ ടോവയുടെ പ്രൈസ് 10.87 ആണ്. ഇവിടെ എന്ത് മാറ്റം വന്നാലും, ലിക്വിഡിറ്റിയിലോ കോയിന്റെ എണ്ണത്തിലോ മാറ്റം വന്നാലും ടെതറോഷന്റെ പ്രൈസ് മാറും. അതിനാനുപാതികമായി ടോവയുടെ പ്രൈസ് മാറും. അപ്പോ ടോവ വന്നുകൊണ്ടുള്ള ഗുണം ടെതറോഷനിലെ മാറ്റത്തിനനുസരിച്ച് ടോവ മാറുമെന്ന് മാത്രമാണോ? അല്ല. ടോവയിൽ ഒരു ടേൺ ഓവർ നടന്നാൽ ആ ടേൺ ഓവറിന് ആനുപാതികമായി ലിക്വിഡിറ്റിയിലേക്ക് ഒരു ഫണ്ട് വരുന്നുണ്ട്, 20%. സോ ഒരു $2 ലക്ഷം ബിസിനസ് ടോവയിൽ നടക്കുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുന്നു. $2 ലക്ഷം ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു $200 ഒരു 1000 എൻട്രി നടന്നാൽ മതി, $2 ലക്ഷം ബിസിനസ്സായി. വേണ്ട, $1000 200 എൻട്രി നടന്നാൽ മതി, അപ്പോഴും $2 ലക്ഷം ബിസിനസ്സായി. ബിസിനസ് എങ്ങനെയെങ്കിലും വരട്ടെ, അത് 200 ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, $2 ലക്ഷം ബിസിനസ് ടോവയിൽ നടന്നു. എങ്കിൽ അതിന്റെ 40% $80,000 സിസ്റ്റം സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് ബൈ ചെയ്യുന്നതാണ്. ആ ബൈ ചെയ്യുന്നതിന്റെ 20% $16,000 ടെതറോഷന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. എങ്കിൽ 4,31,256 എന്ന ലിക്വിഡിറ്റി 4,47,256 ആയിട്ട് മാറും. ടോവയിൽ നിന്ന് ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടുമ്പോൾ യൂണിറ്റിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവുമില്ല. സ്വാഭാവികമായിട്ടും പ്രൈസ് ജമ്പ് ചെയ്യും. 2.174 എന്നുള്ളത് 2.254 ആയിട്ട് മാറി. സ്വാഭാവികമായിട്ടും ടോവയിലെ പ്രൈസ് ജമ്പ് ചെയ്യും, 11.271 ആയി മാറി. നോക്കൂ, ടോവയിൽ ട്രേഡ് നടന്നപ്പോ പ്രൈസ് മാറുന്നു, ലാഭം കൂടുന്നു. എവിടെയെല്ലാം? ടെതറോഷനിൽ, ടോവയിൽ, മാർക്കറ്റ് പ്ലേസിൽ. ഇതാണ് പവർ ഓഫ് ടോവ. ഒരു സിംഗിൾ ബൈ നടക്കുമ്പോൾ അതിൽ 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും 60% മാർക്കറ്റ് പ്ലേസിൽ നിന്നും വാങ്ങുന്ന ഒരു മാജിക്കൽ ഫോർമുലയിലേക്ക് സിസ്റ്റം എത്തിക്കഴിഞ്ഞു. ഇനി സിസ്റ്റം അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു $400 വാങ്ങുകയാണെങ്കിൽ, $400 വാങ്ങുകയാണെങ്കിൽ $160 സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങും, $240 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങും. ഒരു $5,000 വാങ്ങുകയാണെങ്കിൽ $2,000 ടോവയിൽ നിന്ന് വാങ്ങും, $3,000 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങും. ഇതൊരു 100% ഡീസെൻട്രലൈസ് സിസ്റ്റമായി മാറുന്നു. റിയൽ ടൈം ബൈ സെൽ പ്രോസസ് നടക്കുന്ന പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നു. ടെതറോഷനിൽ അത് വളരെ മാസങ്ങളായി ആളുകൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോവ മാർക്കറ്റ് പ്ലേസിലും അതും അടുത്തു തന്നെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് ആണ് ഈ സിസ്റ്റം കൊടുക്കുന്നത്. തുടങ്ങിയ അന്ന് മുതൽ 2024 മാർച്ച് 20 മുതൽ ഇന്ന് 2025 ജൂലൈ 7 വരെയുള്ള ഈ സമയത്ത് ഒരു ദിവസം പോലും ഒരു പേ ഔട്ട് പെൻഡിങ്ങോ, പേ ഔട്ട് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ, പേ ഔട്ട് ഇല്ലാത്തൊരവസ്ഥയോ ഒന്നും ഈ സിസ്റ്റത്തിൽ നടന്നിട്ടില്ല. കാരണം കൃത്യമായ ഒരു കാൽക്കുലേഷൻ എല്ലാത്തിനും വേണ്ടി സിസ്റ്റം മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ
സിസ്റ്റത്തിലെ ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ എവിടെയൊക്കെയാണ്? ഒന്ന്, ഒരു ട്രേഡ് നടന്നാൽ നമ്മൾ വാങ്ങുന്ന യൂണിറ്റിന് നമുക്ക് എടുക്കാവുന്ന ലാഭം 30% മാത്രമാണ്. $100 വാങ്ങിയാൽ $130 വരെ നമുക്ക് സെല് ചെയ്യാം. $1000 വാങ്ങിയാൽ $1300 വരെ സെല് ചെയ്യാം. എന്തുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ചു എന്ന് ചോദിച്ചാൽ, സാധാരണ നമുക്ക് സ്മാർട്ട് മാർക്കറ്റ് പ്ലേസുകൾ നമുക്ക് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവിടെയെല്ലാം വില കയറുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ വില കുറയുന്നതും കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരിക്കലും വില കുറയില്ല. വില കയറുന്നത് നോക്കി നിൽക്കുമ്പോൾ വില കുറയുന്നത് കൊണ്ട് ഉറപ്പായിട്ടും സെല്ലേഴ്സ് അവിടെ ഉണ്ടാകും. എന്നാൽ ഇവിടെ വില കയറി 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 പോകുന്നതുകൊണ്ട് സെല്ലേഴ്സ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം വിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സിസ്റ്റം കമ്പൽസറി സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഒരു ട്രേഡിൽ നിന്ന് മാക്സിമം 30% എത്തിയാലേ സെല് ചെയ്യാൻ പറ്റൂ. ആ 30% എത്തുന്നതിന് മുമ്പ് സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 30% ശേഷം പിന്നീട് കാത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമില്ല. 30% എത്തുമ്പോൾ സെൽ ഓർഡർ കൊടുക്കണം. ഒരു വാലറ്റിൽ 3, 4, 5 പ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ട്. ആദ്യം 30% എത്തി സെൽ ഓർഡർ കൊടുക്കാം. അത് ക്ലെയിം ചെയ്യാതെ അടുത്ത സെൽ ഓർഡർ കൊടുക്കാൻ സാധിക്കില്ല. സെല്ല് കൊടുക്കുന്നത് എപ്പോഴും മാർക്കറ്റ് പ്ലേസിലേക്കാണ്. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് കൊടുക്കുമ്പോൾ അതിന്റെ സാധ്യതയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഇവിടെ നമ്മൾ ടെതറോഷനിൽ വാങ്ങിയ എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ 300% ഇൻകം ആയിട്ട് നമുക്ക് വേണ്ടി വിഡ്രോ ചെയ്യാം. അപ്പോ ഒരാൾ ഇന്ന് $1000 വാങ്ങുകയാണെങ്കിൽ 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങുക $400. അതിന്റെ 3 ഇരട്ടി $1200 കമ്മീഷനായിട്ട് വിഡ്രോ ചെയ്യാം. $400 30% പ്ലസ് മാർക്കറ്റ് പ്രൈസ് വാങ്ങിയ $600 30%, അത് ലാഭമായിട്ട് വീണ്ടും എടുക്കാം. സോ ലാഭത്തിന്റെ അനന്ത സാധ്യതകളാണ് ഒരു ട്രേഡിലേക്ക് കടന്നു വരുമ്പോൾ ടോവ മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഇനി മാർക്കറ്റ് പ്ലേസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വാങ്ങുന്ന യൂണിറ്റിന് 30% തന്നെയാണ് ലാഭം. നമ്മൾ സെല്ല് ചെയ്തു, ക്ലെയിം കിട്ടി, അടുത്തൊരു സെൽ ഓർഡർ കൊടുക്കണമെങ്കിൽ ഒരു 50%, നമ്മൾ ആദ്യം സെല് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിന്റെ 50% കൊണ്ട് നമ്മൾ റീബൈ ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കൂ. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കണ്ടിന്യൂറ്റിയാണ് ഒരു ബിസിനസിന്റെ കാതൽ എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിലും ഒരു കണ്ടിന്യൂറ്റി വേണം. നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് കടന്നു വന്ന് ഒരു ട്രേഡ് ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കണ്ടിന്യൂറ്റിയിൽ മാത്രമേ അതിന് നിലനിൽപ്പുണ്ടാകൂ. ആ നിലനിൽപ്പ് ഈ സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഓരോരുത്തരും വാങ്ങുന്നു, പ്രോഫിറ്റ് എത്തുന്നു, വിൽക്കുന്നു. ക്ലെയിം ലഭിക്കുമ്പോൾ എത്രയാണോ വിറ്റത് അതിന്റെ 50% കൊണ്ട് നമ്മൾ റീബൈ ചെയ്ത് അടുത്ത സെല്ലോടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ അടുത്ത സെല്ലോടെ ഇല്ലാത്തവരാണെങ്കിലോ നിർബന്ധമില്ല. പക്ഷെ സിസ്റ്റത്തിൽ ലാഭം കിട്ടാൻ തുടങ്ങിയാൽ 30% ലാഭം എന്ന് പറയുന്നത് ചെറിയ സബ്ജക്റ്റ് അല്ല. എന്തുകൊണ്ട്? നമുക്ക് പരിചയമുള്ള ഓരോ സെഗ്മെന്റ് എടുത്ത് പരിശോധിക്കൂ. ബാങ്കിങ് മേഖല എടുത്ത് പരിശോധിക്കൂ. 1 ലക്ഷം രൂപ നമ്മൾ അവിടെ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. ആ 1 ലക്ഷം രൂപ ഒരു ലാഭകരമായ രൂപത്തിൽ മാറി ഒരു 2 ലക്ഷം രൂപയായി മാറാൻ ഏകദേശം ഒരു 12 വർഷം എടുക്കും. ഇൻഷുറൻസ് സെഗ്മെന്റ് എടുത്ത് പരിശോധിക്കൂ. നമുക്ക് പരിചയമുള്ള നോർമൽ ഇൻഷുറൻസ് പോളിസികൾ ഒന്നും തന്നെ വലിയ ലാഭം നമുക്ക് നേടിത്തരുന്നില്ല. 10 വർഷമോ 20 വർഷമോ കാത്തിരുന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് കാര്യമായ ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു അവസ്ഥ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾ വലിയ സാധ്യത മുമ്പിൽ ഓപ്പൺ ആക്കി വെക്കുന്നുമുണ്ട്. അവിടെ റിസ്ക് ഉണ്ട്. അതിന്റെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, മാർക്കറ്റ് റിസ്കിന് സബ്ജക്റ്റഡ് ആണ്. ഓരോ യൂണിറ്റ് ലിങ്ക്ഡ് പോളിസികളും മാർക്കറ്റ് റിസ്കിന് സബ്ജക്റ്റഡ് ആണ്. എന്നാൽ സ്റ്റോക്ക് എടുത്തേക്കാം. ഒരുപാട് ഗ്യാരണ്ടിയും സംവിധാനവും പ്രൊട്ടക്ഷനും ഉള്ളത് സംവിധാനമാണ്. സ്റ്റോക്കിൽ ഒരു ട്രേഡ് നടത്തി, ഫ്യൂച്ചർ ട്രേഡാണ് നടത്തിയത്. നമ്മുടെ തീരുമാനം വിരുദ്ധമായി പോയി, നമ്മുടെ അക്കൗണ്ട് 0 ആയി പോകും. ഒരുപക്ഷെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച പണം കടം വാങ്ങിച്ച പണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കിടന്ന പണം ഉപയോഗിച്ച് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷെ അക്കൗണ്ട് 0 ആയി പോയാൽ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനവും അവിടെ ഇല്ല. അത് ക്രിപ്റ്റോ എടുത്താലും കമ്മോഡിറ്റി എടുത്താലും ഫോറക്സ് എടുത്താലും അതുപോലെ തന്നെ. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസ് നമുക്ക് തരുന്ന ഏറ്റവും മിനിമം ഗ്യാരണ്ടി, നിങ്ങൾ വാങ്ങുന്ന വില ഒരിക്കലും കുറയില്ല. സോ നഷ്ടമില്ല. 30% എത്തുമ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം.
സെല്ല് ഓർഡർ കൊടുത്താൽ ഒരു ബയർ വരുന്ന സമയത്ത് അത് ക്ലെയിം ലഭിക്കും. ക്ലെയിം ലഭിക്കുമ്പോൾ 4% സർവീസ് ചാർജ് കഴിഞ്ഞുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഏകദേശം ഇപ്പോ ഒരു 2 മാസം കൊണ്ട് അത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ സിസ്റ്റത്തിന് ഒരു ഫോക്കസ് ഉണ്ട്. 3 ദിവസം മുതൽ 2 മാസത്തിനുള്ളിൽ 30% കിട്ടുന്ന രൂപത്തിലേക്ക് സിസ്റ്റത്തെ എത്തിക്കുക എന്നുള്ളതാണ്. 2025 മാർച്ച് 18 തുടങ്ങിയ ടോവ മാർക്കറ്റ് പ്ലേസ് ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ 3 ദിവസം കൊണ്ടും 2 മാസം കൊണ്ടും അത് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ അർത്ഥം എൻജിൻ 100% കണ്ടീഷൻ ഉള്ളതാണ്. ഈ എൻജിൻ എത്ര സ്പീഡിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമുക്ക് 30% പ്രോഫിറ്റ് എടുക്കാം. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി. ആരാണ് കമ്മ്യൂണിറ്റി? നമ്മൾ ഓരോരുത്തരുമാണ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ ട്രേഡും ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ആളുകൾക്കും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതിന് ടീം വർക്ക് ഇല്ല. നമ്മുടെ പേഴ്സണൽ ഐഡിയയിൽ നടക്കുന്ന ബിസിനസ് മാത്രമാണ് ഇതിൽ ഘടകമായി വരിക. ഇൻക്രീസ് സെൽഫ് ഡെയിലി ട്രേഡിംഗ് ബൈ വോളിയം. ബൈ വോളിയം കൂട്ടുന്നുണ്ടോ? നമുക്ക് കൂടുതൽ പോയിന്റ് സ്വന്തമാക്കാം. കഴിഞ്ഞ മാസം ഒരു പോയിന്റിന്റെ വില $24.72 ആയിരുന്നു. നോക്കൂ, $24 ഒരു പോയിന്റിന്. എങ്കിൽ ഒരു 10 പോയിന്റ് നേടാൻ പറ്റിയാൽ, ഒരു 100 പോയിന്റ് നേടാൻ പറ്റിയാൽ, ഒരു 1000 പോയിന്റ് നേടാൻ പറ്റിയാൽ ആ വരുമാനം മാത്രം എത്രമാത്രം വലുതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ട്രേഡർ പൂൾ പോയിന്റ് കിട്ടുന്ന രൂപത്തിൽ ഓരോ മാസവും ട്രേഡ് നടത്തുക എന്നുള്ളതാണ്. മോർ ട്രേഡിംഗ് ആക്ടിവിറ്റി. ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുമ്പോൾ ചതുരോഷിന്റെ ലിക്വിഡിറ്റിയിലേക്ക് പോകുന്ന ഫണ്ടിന്റെ എണ്ണം കൂടും. സോ ടോവയുടെ പ്രൈസ് കയറിക്കൊണ്ടേയിരിക്കും. ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് അത് വരുമാനമായിട്ട് മാറുകയും ചെയ്യും. എങ്ങനെയെന്നറിയോ? സിസ്റ്റം ട്രേഡിലൂടെ ലഭിക്കുന്ന ഫീസിൽ നിന്ന് 20% ട്രേഡർ പൂൾ പോയിന്റിലേക്ക് മാറ്റുന്നുണ്ട്. എത്ര പോയിന്റ് ആണോ നേടിയത് ആ മാസം വന്ന ടോട്ടൽ ഫണ്ടിനെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അങ്ങനെ കിട്ടിയ വിലയാണ് കഴിഞ്ഞ മാസം $24. നോക്കൂ, ഇത് സിസ്റ്റം ഓട്ടോമാറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? $400 $600 റേഷ്യോയിൽ ഒരു ട്രേഡ് നടന്നാൽ മതി. അതായത് $1000 നമ്മൾ വാങ്ങിയാൽ 400-600 റേഷ്യോ ആയി ഒരു പോയിന്റ് കിട്ടും. അപ്പോ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത ഒരാൾ ചോദിക്കുകയാണ്, സാർ എനിക്ക് 500 ആണല്ലോ, അപ്പൊ അതെങ്ങനെ സംഭവിക്കും? അപ്പോ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 100 കൂടെ വാങ്ങിയാലേ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. റാങ്ക് ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ട്. ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 600-400 എന്ന റേഷ്യോ ആണ്. സ്വാഭാവികമായിട്ടും അവർക്ക് $200 എക്സ്ട്രാ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങാതെ ട്രേഡർ പോയിന്റിലേക്ക് എത്താൻ സാധിക്കില്ല. എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 70-30 ആണ്. സോ $300 എക്സ്ട്രാ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങാതെ അയാൾക്ക് ഒരിക്കലും ട്രേഡർ പോയിന്റ് സ്വന്തമാക്കാൻ സാധിക്കില്ല. ഞാൻ ഡയമണ്ട് റാങ്കിലാണ് നിൽക്കുന്നത്, എനിക്ക് 80-20 ആണ്. സോ എനിക്ക് പോയിന്റ് സ്വന്തമാക്കണമെങ്കിൽ $400 എക്സ്ട്രാ ഞാൻ വാങ്ങേണ്ടിയിരിക്കുന്നു മാർക്കറ്റ് പ്ലേസിൽ. സോ ഇത് മനസ്സിലാക്കി ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ മാസവും എനിക്ക് ട്രേഡിൽ പോയിന്റ് കൂടുതൽ നേടാൻ സാധിക്കും. $1000 ട്രേഡ് നടത്തിയാൽ ഒരു പോയിന്റ്. അങ്ങനെ എത്ര ട്രേഡ് ഓവർ എനിക്ക് ഒരു മാസം ചെയ്യാൻ സാധിക്കും? അത് മുഴുവൻ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൂടാൻ കാരണമായി. അത് മുഴുവൻ സിസ്റ്റത്തിൽ മാർക്കറ്റ് പ്ലേസ് സെൽ ഓർഡറിന് കാരണമായി തീർന്നു. ഈ വാങ്ങിയത് മുഴുവൻ 30% ലാഭത്തിൽ നമുക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുവരെയുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡോളർ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴും ഒരു ട്രേഡിൽ നിന്നും ലാഭം മാത്രം കിട്ടുന്ന സാഹചര്യം നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല. അത് സ്റ്റോക്കിലായാലും കമ്മോഡിറ്റിയിലായാലും ക്രിപ്റ്റോയിലായാലും ഏത് സെഗ്മെന്റിലാണെങ്കിലും. പക്ഷെ ടോവ മാർക്കറ്റ് പ്ലേസിലുള്ള ഓരോ ട്രേഡും 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 30% ലാഭത്തിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ലാഭകരമായ ട്രേഡിലൂടെ നമുക്ക് പോയിന്റ് നേടാം. മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഫീസ് കൊടുത്തേ പറ്റൂ. പക്ഷെ ആ ഫീസിൽ നിന്ന് നമുക്കൊരു റവന്യൂവും ഇതുവരെ സിസ്റ്റം തന്നിട്ടില്ല. എന്നാൽ ടോവ പറയുന്നു, നിങ്ങൾ ലാഭകരമായി ട്രേഡ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ നേടുന്ന പോയിന്റിനനുസരിച്ച് എല്ലാ മാസവും നെക്സ്റ്റ് 2ാമത്തെ ദിവസം, ഇപ്പൊ ജൂലൈ മാസമാണ്, 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ അത് കൗണ്ട് ചെയ്യും. എന്നിട്ട് ഓഗസ്റ്റ് 2-ാം തീയതി നമുക്ക് പേയ്മെന്റ് റിലീസ് ആകും. അത് USDT ആയിട്ട് ലഭിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ,
ഒരു 100 മില്യൺ ടോവയുടെ സെൽ ലെവലിൽ നടന്നിട്ടുണ്ടെങ്കിൽ 4% ഫീസാണ് 4 മില്യൺ USDT. ആ 4 മില്യൺ USDTയിൽ നിന്ന് 20% എടുത്തിട്ടാണ് സിസ്റ്റം ഈ വരുമാനം കൊടുക്കുന്നത്. സോ വലിയ സാധ്യത ട്രേഡർ പൂൾ ഇൻകത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ ഇന്ന് വളരെ ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ടെൻഷൻ അടിക്കുന്നതിന് കാരണം അവർ ക്യാൻഡിൽ നോക്കാതെ, ന്യൂസ് നോക്കാതെ, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കാതെ ഒന്നും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസിൽ ഒരു ടെൻഷനും വേണ്ട. പൈസ ഉണ്ടോ വാങ്ങി വെക്കൂ. 30% എത്തുമ്പോ വിൽക്കൂ. എങ്ങനെ അത് കണ്ടുപിടിക്കാം? ഇപ്പൊ വാങ്ങിയ വില എത്രയാണോ? $10.82 ആണ്. 10.82 ഇൻറ്റു 130%. അത് കണ്ടെത്തിയാൽ ഒരു 14.12 നിങ്ങൾക്ക് കിട്ടും. അതായത് $14.12 എത്തുമ്പോൾ 30% എത്തിയെന്നർത്ഥം. സെല്ല് കൊടുത്താൽ മതി. ഇത് മനസ്സിലാക്കി കൊടുത്താൽ ആളുകൾ ഇതിലേക്ക് വരും. വരുന്നവർ ഓരോരുത്തരും $20 രജിസ്ട്രേഷൻ എടുക്കാതെ കടന്നു വരാൻ സാധിക്കില്ല. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അഫിലിയേറ്റ് ഇൻകം വേറെയും നമുക്ക് തരുന്നുണ്ട്. ആ $20 23% 10 ലെവലിലേക്ക് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 3%, 3, 4, 5 ലെവലിൽ 2%, 6, 7, 8 ലെവലിൽ 1%, 9, 10 ലെവലിൽ 0.5%. ഇതൊക്കെ കിട്ടാൻ നമുക്ക് വേണ്ടത് എന്തെന്നറിയോ? നമ്മുടെ പേഴ്സണൽ ആയിട്ട് $100 ആയിരിക്കണം. 5 ഡയറക്റ്റ് റഫറൽ നമ്മൾ ചെയ്യണം. $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവും ചെയ്യണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒന്ന് ഫോക്കസ് ചെയ്താൽ കൃത്യമായിട്ട് നടപ്പിലാക്കാം. ഞാൻ ഒരു അഡ്വൈസ് ആയിട്ട് പറയുകയാണ്, $20 രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും ടോവയിൽ $200 വാങ്ങുക. $200 വാങ്ങുമ്പോൾ 80 120 ആയിട്ട് ബൈ നടക്കും. അപ്പോ $20 രജിസ്ട്രേഷൻ ആയി, $80 ടോവയിൽ വാങ്ങി, 20 + 80 100 നിങ്ങളുടെ ID വാല്യൂ 100. അത്തരത്തിലുള്ള 5 പേരെ സ്പോൺസർ ചെയ്യുക. സോ 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് കഴിഞ്ഞു. $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവും കഴിഞ്ഞു. കണ്ടോ? 20 200 ഒരു ID നിങ്ങൾ എടുക്കുന്നു. 20 200 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. ഈ പറയുന്ന 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. കൂടാതെ 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് റാങ്ക് ബോണസും വെച്ചിട്ടുണ്ട് സിസ്റ്റം. 4 മുതൽ 16% അതിലൂടെ കിട്ടും. ഇത് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. ടോവയിൽ നിന്ന് വാങ്ങുന്നതിന്റെ വരുമാനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 12 ലെവലിലാണ് അത് കിട്ടുന്നത്. 44% അതിനുവേണ്ടി സിസ്റ്റം മാറ്റിവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ 20%, സെക്കൻഡ് ലെവലിൽ 5%, 3, 4, 5 ലെവലിൽ 3% വീതം, 6, 7, 8 ലെവലിൽ 2% വീതം, 9 മുതൽ 12 ലെവലിൽ 1% വീതം. ഇതിനും അഡീഷണൽ ആയിട്ട് ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ ഒരിക്കൽ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. റാങ്ക് ബോണസും ഇവിടെയും കിട്ടും 16% വരെയും. ഇനി വാങ്ങിയ യൂണിറ്റ് എല്ലാം നമ്മൾ സെല്ല് ചെയ്യും 4% സർവീസ് ചാർജോട് കൂടി. ആ സർവീസ് ചാർജിന്റെ 39% 12 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലെവൽ 1ൽ 15%, ലെവൽ 2ൽ 5%, ലെവൽ 3, 4, 5ൽ 3% വീതം, ലെവൽ 6, 7, 8ൽ 2% വീതം, 9 മുതൽ 12 ലെവൽ വരെയും 1%. ഇതിനും അഡീഷണൽ ആയിട്ട് ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരേ ഒരു പ്രാവശ്യം $20 $200 ID എടുത്ത് $20 $200 5 പേരെ സ്പോൺസർ ചെയ്താൽ 12 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. ടീം ടേൺ ഓവറിന്റെ ഭാഗമായി റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ റാങ്ക് ബോണസ് അൺലിമിറ്റഡ് ലെവലിൽ കിട്ടാനുള്ള എലിജിബിലിറ്റി നേടിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. റാങ്കിലേക്ക് എത്തുമ്പോൾ സിൽവർ റാങ്കാണ് ആദ്യത്തെ റാങ്ക്. അതിനെത്താൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയയുടെ കൂടെ ടോട്ടൽ ടീം വോളിയം 5000 USDT എത്തിയാൽ മതി. 500 ഓൾറെഡി നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി ഒരു $4500 ബിസിനസ് കൂടെ വന്നാൽ മതി. അത് ഒരു ലൈനിൽ നിന്ന് വന്നോ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് റെഫറിലൂടെ കൊണ്ടുവന്നോ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും കൂടി കൊണ്ടുവന്നോ അതും പ്രശ്നമല്ല. ഡെപ്തിൽ ഒരു 100ാമത്തെ ലെവലിൽ നിന്ന് ഒരാളിൽ നിന്നാണ് വന്നത്, അതും പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും $5000 ബിസിനസ് വോളിയം വന്നാൽ മതി. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യും. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് മിനിമം 5 ലൈൻ ഉണ്ട്. ആ 5 ലൈനിൽ ഏതെങ്കിലും 2 ലൈനിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്യണം. $25,000 ബിസിനസ് വോളിയം ടീം വോളിയമായിട്ട് എടുക്കണം. നമ്മൾ ഓൾറെഡി സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. $5000 ബിസിനസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2 സിൽവറിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ 5000 ഒരു $15,000 ബിസിനസ് അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ഒരു $10,000 ബിസിനസ് കൂടെ വന്നാൽ ഗോൾഡ് റാങ്ക് ആയി നടത്താം. സിൽവർ റാങ്ക് ആയുള്ള ഗുണം 4% എക്സ്ട്രാ കിട്ടും. എവിടെയെല്ലാം? ടെതർ ഓഷനിൽ എല്ലാ ലെവലിലും 4% കൂടും, 10 14 ആകും. ടോവയിൽ എല്ലാ ലെവലിലും ഇൻകം കൂടും, 20 24 ആകും. മാർക്കറ്റ് പ്ലേസിൽ എല്ലാ ലെവലിലും ഇൻകം കൂടും, 15 19 ആകും. നോക്കൂ എത്ര വേഗമാണ് ഇൻകം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുക. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ അത് 8% ആകും.
അവിടെ സിൽവർ ഉള്ള ലൈനിൽ നിന്ന് 4 എന്നായിരിക്കും. 4% സിൽവർക്കും 4% ഗോൾഡിനും. സിൽവർ ഇല്ലാത്ത ലൈനിൽ നിന്ന് 8% ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ 10 18 ആകും, 20 28 ആകും, 15 23 ആകും. കണ്ടോ? വരുമാനം കൂടുന്ന മാർഗം കണ്ടോ? ഇവിടെ ആളുകൾ വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ യൂണിയനിലേക്കെല്ലാം പല ഭാഷകളും പഠിച്ചുകൊണ്ട് കുടിയേറുന്ന യുവാക്കൾ വരുന്നത്, യുവജനങ്ങൾ വരുന്നത്, ആളുകൾ പോകാൻ തയ്യാറാകുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ്: നല്ല ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കണം, നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കണം. ഇതേ വരുമാനം തന്നെയാണ് ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. ട്രേഡിങ്ങിലൂടെ കൈനിറയെ പണം സമ്പാദിക്കാം. ഓരോ ട്രേഡും 30% ലാഭത്തിലായിട്ട് തന്നെ കൊണ്ടുപോകാം. ഈ പ്ലാറ്റ്ഫോമിനെ റെക്കമെൻഡ് ചെയ്താൽ കൈനിറച്ച് അഫിലിയേറ്റ് റവന്യൂ നേടാം USDT ആയിട്ട്. ഒരു തടസ്സവുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ സിസ്റ്റം പറയുന്നു ഏതെങ്കിലും 2 ലൈനിൽ ഒരു ഗോൾഡ് റാങ്കിനെ ക്രിയേറ്റ് ചെയ്യണം, $1 ലക്ഷം ബിസിനസ് നടത്തണം, 12% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ 2 എമറാൾഡ് $5 ലക്ഷം ബിസിനസ്, 16% ഇൻകം മാറും. ഈ ഒരു സിസ്റ്റത്തെ ഞാനൊന്ന് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്തപ്പോ 20-200ന്റെ ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടീം, ആ ടീമിൽ വരുന്ന ഓരോ ആൾക്കാർക്കും സെയിം മെസ്സേജ് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ടീം ലീഡർ, വരുന്ന ഓരോ ആൾക്കാരും ആ ടീം ലീഡറെ ഫോളോ ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം 10 ലെവൽ മീറ്റ് ചെയ്യാൻ, 12 ലെവൽ മീറ്റ് ചെയ്യാൻ ആ ടീം ഒന്നടങ്കം തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നടങ്കം തയ്യാറാണെങ്കിൽ, സുഹൃത്തുക്കളെ, 223 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകും, ആ ലീഡറുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. അയാൾ 3ാമത്തെ ലെവലിൽ സിൽവർ റാങ്കുകാരനായിരിക്കും, 4ാമത്തെ ലെവലിൽ ഗോൾഡ് റാങ്കുകാരനായിരിക്കും, 5ാമത്തെ ലെവലിൽ എമറാൾഡ് റാങ്കുകാരനായിരിക്കും, 6ാമത്തെ ലെവലിൽ ഡയമണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെ ലെവലിലേക്ക് എത്തുമ്പോൾ അതിന്റെ ടീമിൽ ഡയമണ്ടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. എങ്കിൽ അദ്ദേഹം ഒരു ദിവസം വിഡ്രോ ചെയ്യുന്ന ഇൻകം മിനിമം 10,000 USDT ആയിരിക്കും. ഇതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് ഈ 12 ലെവൽ കൃത്യമായിട്ട് നടന്നാൽ 223 കോടി 48,92,690 രൂപയുണ്ടാകും. ഈ ഫിഗർ ഞാൻ എടുക്കുമ്പോ ജസ്റ്റ് ID പ്ലേസ് ചെയ്ത് പോകുന്ന കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കെല്ലാം ഇൻകം ലിമിറ്റ് 300%. അത് എത്തിയാൽ റീബൈ ചെയ്യണം. റീബൈ ചെയ്യുമ്പോൾ വീണ്ടും അപ്ലയൻസിന് ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകം ഞാൻ ഇവിടെ കണക്കാക്കിയിട്ടില്ല. ടോവയിൽ വാങ്ങുന്ന യൂണിറ്റ് എല്ലാം 30% എത്തുമ്പോൾ സെല്ല് ചെയ്യപ്പെടും. സെല്ല് ചെയ്യപ്പെടുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ 4% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തൊരു ഇൻകം ഉണ്ട്. ആ ഇൻകവും ഞാൻ ഇവിടെ കണക്കിലെടുത്തിട്ടില്ല. സുഹൃത്തുക്കളെ, ചിന്തിക്കണം, ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. ലോകത്ത് ഒരിടത്തും ഉൽപ്പന്നം ഉപയോഗിച്ചു മാത്രം കോടീശ്വരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്ത ആൾക്കാർ കോടീശ്വരന്മാരായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 223 കോടി അതൊരു ചെറിയ സംഖ്യയല്ല. ഒരു 10% ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ 22 കോടി ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. 1% ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ 2 കോടി കിട്ടും. സോ 100% ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് 1% സക്സസ് ഉണ്ടാക്കിയെടുത്താൽ പോലും 2 കോടി രൂപ വരുമാനം ലഭിക്കുമെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ ചിന്തിക്കുന്നില്ല 2 കോടി രൂപ വരുമാനമുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റുമെന്ന്. ആ വരുമാനം നിലയ്ക്കാത്ത വരുമാനമായിട്ട് മാറും. കാരണം ഈ 2 കോടി എന്ന സാധനം വരുന്നതിന് ഒരുപാട് പേർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടാകും. അവരെല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ടാകും. ആ ട്രേഡിലൂടെ 30% ലാഭം എടുക്കുന്നുണ്ടാകും. എങ്കിൽ അവർ കൊടുക്കുന്ന സർവീസ് ചാർജിൽ നിന്ന് കണ്ടിന്യൂസ് ആയി റീബൈ നടക്കുമ്പോഴെല്ലാം നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. നിലയ്ക്കാത്ത ഒരു വരുമാന പ്രവാഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് അത് ടെതറോഷിന്റെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലുണ്ട്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, പ്രൈസ് ഗ്രോത്ത്. അതിവിടെ മാനിപ്പുലേഷൻ ഉള്ളതല്ല. പ്രൈസ് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസാക്ഷൻ. സിസ്റ്റത്തിൽ എത്രമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നോ അതിന് ബേസ് ചെയ്ത് മാത്രമേ പ്രൈസ് ഗ്രോത്ത് ഉണ്ടാകൂ. പ്രൈസ് ഗ്രോത്ത് ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് സംഖ്യയല്ല. പക്ഷേ 3 ദിവസം കൊണ്ട് 30% ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്ന് തെളിയിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ 30% കിട്ടുന്ന അവസ്ഥ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ടെതറോഷിന്റെ സെല്ലിംഗ് ലിമിറ്റ് മാക്സിമം 200% ആണ്. ബേസ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാങ്ങിയ യൂണിറ്റുകൾ $20 മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷെ അവിടെ 100, 200, 500, 1000, 10,000 എത്ര വേണമെങ്കിലും ചെയ്യാം.
ആ ചെയ്യുന്ന എമൗണ്ടിനെല്ലാം 35% യൂണിറ്റ് ഇനിഷ്യലി കിട്ടും. കിട്ടുന്നത് മാക്സിമം 200% എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. അതിൽ കൂടുതൽ വന്നാൽ അതും നമുക്ക് യൂസ് ചെയ്യാം. റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയാൽ മാത്രം മതി. ടോവ യൂണിറ്റ്സ് 30% ഗ്രോത്ത്. അതെത്തുമ്പോൾ സെല്ല് ചെയ്തേ പറ്റൂ. അതിൽ കൂടുതൽ നേട്ടത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവിടെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. 30% താഴെ എത്തുമ്പോൾ സെല് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. ഒരു സെൽ ഓർഡർ നമ്മൾ കൊടുത്തു, അത് ക്ലെയിം ആയി. അടുത്ത സെൽ ഓർഡർ കൊടുക്കണമെങ്കിൽ ആദ്യം സെൽ ഓർഡർ ചെയ്ത എമൗണ്ടിന്റെ 50% കൊണ്ട് റീബൈ ചെയ്യണം മാർക്കറ്റ് പ്ലേസിൽ. അത് ചെയ്യേണ്ടത് മൈ ഓർഡർ ബുക്ക് എന്ന പേജിൽ ഗ്ലോബൽ സെൽ ഓർഡറിന്റെ മുകളിൽ ഒരു ബൈ ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇൻകം വിഡ്രോ ലിമിറ്റ് 300%. ടോവയിൽ നമ്മൾ വാങ്ങുന്ന എമൗണ്ടിന്റെ 300%, മാർക്കറ്റ് പ്ലേസ് നമ്മൾ കൊടുത്ത സർവീസ് ചാർജിന്റെ 300%, ടെതറോഷിൽ നമ്മൾ വാങ്ങിയ എമൗണ്ടിന്റെ 300%. ഈ ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ വളരെ സിമ്പിളായി, പവർഫുള്ളായി ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതാണ് സുഹൃത്തുക്കളെ ടെതറോഷൻ വിർച്വൽ അസറ്റ് ടോവ. ഈ ആശയം ഇന്ന് തന്നെ നിങ്ങളെ മീറ്റിംഗ് ഹോളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തിനോട് അടുത്തിരുന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പഠിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇതിന്റെ പവർ തിരിച്ചറിയുക. ഉറപ്പായിട്ടും ഈ മീറ്റിംഗ് ഹോളിലുള്ള 174 പേരുടെ ലൈഫും മാറിമറിയാൻ ഈ സിസ്റ്റം നിങ്ങളെ സഹായിക്കും. സഹായിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ റിയൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഏറ്റെടുത്ത് വലിയ വിജയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മലയാളത്തിലുള്ള പ്രസന്റേഷനായി ഹിന്ദിയിൽ സെയിം ടൈം ഒരു പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ചൊവ്വാഴ്ച ദിവസമാണ് 9 മണിക്ക് തമിഴിൽ സൂം പ്രസന്റേഷൻ ഉണ്ടാകും. വിവിധ ഭാഷകളിലേക്ക് ഇതിന്റെ സൂം പ്രസന്റേഷന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അതിലേക്കെല്ലാം നമ്മുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി ഏറ്റവും ശക്തമായി മുന്നേറുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. വളരെ വേഗത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫാസ്റ്റ് ആയിട്ട് 30% എത്താനും ഫാസ്റ്റ് ആയിട്ട് സെൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാവുന്ന രൂപത്തിലേക്ക്, വളരെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തെ എത്തിക്കാൻ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മാത്രം മതി. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.